ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മിക്സി, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന നമ്മളുടെ മിക്സി ജാറ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റിൽ നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കിയെടുക്കാം. ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ മിക്സി ക്ലീൻ ആക്കുന്നത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ മിക്സി പറയുന്നത് ഈ മീഡിയം എന്ന ബ്രാൻഡിൻ്റെ ഒരു മിക്സിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് 4 ജാറാണുള്ളത്. ഞാൻ മെയിനായിട്ട് ഈ 2 ജാറാണ് യൂസ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ജാറും ഈ ഒരു മിക്സി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന വലിയ വീഡിയോ ആണ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അതായത് ഉൾഭാഗം ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യണതാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാൻ എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജാറൊക്കെ എപ്പോഴും നനവ് തട്ടിയിട്ട് നമുക്കിതാ ഇതുപോലെ ആവും. ഇതൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ മാസത്തിലൊരു തവണയാണ് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കൽ. അപ്പോൾ കണ്ടോ, ഇതൊക്കെ നമുക്ക് ക്ലീനാക്കി നമുക്ക് ഈ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ ഒന്ന് കൂട്ടി ഒന്ന് കണ്ടീഷനാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നെക്സ്റ്റ് ആഴ്ച ഞാൻ ഇതിൻ്റെ അടിഭാഗമാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ 2 ജാറും ഇതുപോലെ ഒന്ന് തിരിച്ച് വെക്കണം. എന്നിട്ട് മെയിനായിട്ട് ഞാനിതിലേക്ക് അപ്പസോഡയാണ് എടുക്കുന്നത്, ബേക്കിംഗ് സോഡ. ഇത് ഓരോ സ്പൂണ് നമുക്ക് ഇതിൽ 2ലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വലിയ ജാറായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ വിനാഗിരിയാണ് എടുക്കുന്നത്. ഈ വിനാഗിരി നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ പതച്ച് വരും. ഈ ജാറ് മൂടുന്ന അതുവരെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇതിലും അതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിൻ്റെ ചെളി അഴുക്കൊക്കെ ഒന്ന് ഇളകോളം ഇതിങ്ങനെ കിടക്കട്ടെ. അത് അവിടെ കുറച്ച് നേരം വെച്ചിട്ടുണ്ട് ജാറ് നമ്മൾ. ഇനി ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ടെടുക്കാം. കണ്ടില്ലേ, ഈ അഴുക്കൊക്കെ ഒന്ന് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ആക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സെയിം ഒരു സ്പൂണ് അപ്പസോഡ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലൊരു ക്ലീനറാണ് കേട്ടോ. ഈ അപ്പസോഡയും വിനാഗിരി എന്ന് പറയുന്നത് നമുക്ക് ഏത് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് എടുത്തിട്ട് മിക്സിൻ്റെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഉരച്ചിട്ടെടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് ക്ലീൻ ആക്കി എടുക്കണം. അതിൽ മുക്കിയിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഉരച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വേസ്റ്റ് തുണി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് തുടച്ചിട്ട് എടുക്കണം. ഒരിക്കലും മിക്സി ഇവിടെ വെച്ചൊന്ന് കഴുകി എടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ലോണം ഉള്ളൊക്കെ ഒന്ന് തുടച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ എത്രത്തോളം ഇത് വൃത്തിയായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇതൊക്കെ ആകെ കറ പിടിച്ച് കിടക്കായിരുന്നു. ഇതൊക്കെ നല്ല പുതിയത് വാങ്ങിയതുപോലെ തന്നെ നമുക്ക് നല്ല വൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗം ക്ലീൻ ആക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ ഇടയിലും ഇതിൻ്റെ ഇവിടെ ഇടയിലൊക്കെ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ആക്കി തരാമെന്നാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പേസ്റ്റാണ് വേണ്ടത്. ഇതുപോലെ വൈറ്റ് കളറിലുള്ളൊരു ടൂത്ത് പേസ്റ്റ് നമുക്ക് വേണം. ഇതുപോലെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച് വെച്ചിരുന്ന ആ ബ്രഷിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക്
ഇതിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. എവിടെയാണോ അഴുക്കുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം. വെള്ളമൊന്നും ആക്കി കൊടുക്കണ്ട, ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. ഞാൻ എല്ലാ വശവും ഇതുപോലെ ഉരച്ചിട്ടെടുത്തിട്ടുണ്ട് ബ്രഷ് വെച്ചിട്ട്. ഇനി നമുക്കിതുപോലെ ഒരു ടർക്കിയോ തുണി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം, കുറേ വെള്ളം എടുക്കരുത്, കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുടച്ചിട്ടെടുക്കാം. ഇതുപോലെ എല്ലാ വശവും ഒന്ന് തുടച്ചിട്ടെടുക്കാം. തുടച്ചിട്ടെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ക്ലിയർ ആയിട്ടുണ്ടെന്ന്. നമ്മൾ പുതിയ മിക്സിയൊക്കെ വാങ്ങണ ആ ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം ഞാനിത് മുഴുവനായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ മിക്സിയൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പുതിയ മിക്സി പോലെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ആ പേസ്റ്റ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ വയറും പ്ലഗും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ മിക്സീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായപ്പോൾ തന്നെ നമ്മളുടെ ജാറൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ കഴുകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ഉരച്ചിട്ടെടുക്കണം. ഈ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ചിട്ടെടുക്കാം. ബ്രഷ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊള്ളാത്തതുകൊണ്ട് ഞാനിതുപോലെ സ്റ്റൗവിൽ വെച്ച് ഞാനിതുപോലെ ഒന്ന് വളച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുത്തിട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉരച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലുള്ള അഴുക്കൊക്കെ ഇതിൽ പോരുന്നുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡും ഇവിടെയൊക്കെ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ കൈയൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് ഉരച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാം. അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ രണ്ടും നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. എല്ലാ ഇതും പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഉണങ്ങിയ തോർത്ത് വെച്ച് നമുക്കിതിനെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പം ഞാൻ രണ്ട് ജാറിൻ്റെയും ഉള്ളും പുറമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടോ. ഒന്ന് വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ തുടച്ചെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊന്ന് കൂട്ടാനായിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ സാധാരണ കല്ലുപ്പ് ഇട്ടിട്ടാണ് ഒന്ന് അടിച്ചെടുക്കൽ. ഇപ്പം എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല, അത് ഞാൻ പൊടിയുപ്പാണ് കേട്ടോ എടുക്കുന്നത്. പൊടിയുപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ തോലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 2-3 സ്പൂണ് പൊടിയുപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു. 2 ജാറിലേക്കും ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മൂടി കഴുകണ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ഞാൻ നമ്മുടെ അപ്പസോഡയും സുർക്കയും ഉപയോഗിച്ചിട്ടില്ല, ലിക്വിഡ് കൊണ്ട് ഞാനിതിൻ്റെ മൂടി നന്നായിട്ട് ബ്രഷ് വെച്ച് ഉരച്ച് കഴുകിയിരുന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ പൊടിയുപ്പ് ഇട്ടതിന് ശേഷം നമ്മളുടെ മിക്സി ഒന്ന് ഇതുപോലെ ഒന്ന് ഓഫാക്കി ഓണാക്കി ഒരു 5-6 പ്രാവശ്യം ഒന്ന് ഇതിനെ ഒന്ന് കറക്കി എടുത്തിട്ട് അപ്പോൾ അതാ ഇതുപോലെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. കല്ലുപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊടിയാവുന്നത് വരെ നമുക്കതിനെ ഒന്ന് കറക്കിയെടുക്കണം.
അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ജാറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതിൽ നിന്ന് നമ്മളുടെ ഉപ്പൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടോ. അപ്പം നമ്മളുടെ ബ്ലേഡൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല മൂർച്ച കൂടിയിട്ടുണ്ടാവും. കല്ലുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മിക്സി കുറേ കാലം കൂടി കേടുകൂടാതെ നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്ര അഴുക്ക് പിടിച്ച മിക്സിയും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മളുടെ മിക്സി നല്ല കണ്ടീഷനായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സി എപ്പോഴും ജാർ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ കുറേ നേരം ഇട്ട് വെക്കരുത് അടിഭാഗം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൂപ്പലൊക്കെ വരാനായിട്ട് അത് കാരണമാവും. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ അത് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറേ കൂടി ഇത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള പുതുപുത്തൻ വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇനി വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.